വളരെ നാളത്തെ ആഗ്രഹം സഫലീകരിക്കുന്നു. തൊട്ടു പിന്നിൽ ഗഫൂർ സാറ് നിൽക്കുന്ന ഗുഹയാണ് ബീക്കുന്നിപ്പാറ. നാടിയെ ഗഫൂർ സാർ ആടെ നോക്കിക്കോ എല്ലാവരും. അടിക്കോ. ഹലോ, കണ്ണാടിപ്പാത്തയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒന്നുകൂടി സ്വാഗതം. ഇന്ന് ഒരു വർഷത്തിന് ശേഷം വീണ്ടും അഗത്തി ദ്വീപിലാണ് നിൽക്കുന്നത്. കൂടെ കെ ബാഹിർ, ഓർമ്മയുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷം തിണ്ണകരയിലേക്കാണ് പോയത്. അവിടെ ഒരു ദിവസം ഫുള്ളായിട്ട് നിന്നിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ പോകാൻ പോകുന്നത് കൽപ്പിട്ടിയിലേക്കാണ്. കപ്പിട്ടി എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അഗത്തി ജെട്ടിയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് തെക്ക് ഭാഗത്തേക്കാണ് പോകുന്നത്. തെക്ക് ഭാഗത്ത് എയർപോർട്ടിൻ്റെ തെക്ക് ഭാഗത്തേക്ക് ദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ തുരുത്താണ് ഈ കപ്പിട്ടി എന്ന് പറയുന്നത്. ലക്ഷദ്വീപിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് കപ്പിട്ടി. ഒരുപാട് പ്രാവശ്യം അങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചാണ് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കെ ബാഹിറിന് മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോവേണ്ടതാണ്. അതിൻ്റെ ചരിത്രം എന്താണെന്ന് നമുക്ക് അറിയേണ്ടതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ആ ചരിത്രങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഏതായാലും ചരിത്ര വിദഗ്ധൻ കൂടെ ഉള്ളതുകൊണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഇന്ന് കപ്പിട്ടിയുടെ കാഴ്ചകളാണ് കാണുന്നത്. കപ്പിട്ടിയിലേക്കുള്ള യാത്ര തുടങ്ങാറായി. ഇപ്പോൾ ഉച്ച ഏകദേശം 3 മണി സമയമാണ്. 3 മണിക്ക് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ജെട്ടി കാണുന്നുണ്ടല്ലോ. ഈ ഫ്ലോട്ടിംഗ് ജെട്ടിയിൽ ഒരു തോണിയുടെ എത്തും. നമ്മുടെ സുഹൃത്തുക്കളായ 2 പേരാണ് എത്താൻ പോകുന്നത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ആ ബോട്ടിൽ കയറിയിട്ടാണ് ഞങ്ങൾ 4 പേരുണ്ടാവും. അപ്പോൾ 4 പേരാണ് തെക്കേ അറ്റത്തേക്ക് പോകുന്നത്. ഈ കാണുന്ന ഓരോ ടെൻറ്റുകളാണ്. ചെറിയ ടെൻറ്റുകളൊക്കെ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ക്രൂസ് ഷിപ്പ് വരുന്നുണ്ട്. ഒരാഴ്ച 2 ഷിപ്പുകൾ ഇവിടെ വിദേശത്തിൽ നിന്ന് വരുന്നുണ്ട്. ആ ഷിപ്പിൽ നിന്ന് ഇറക്കാനുള്ള ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ടെൻറ്റുകളാണ് ഈ കാണുന്നത്. ശരിക്കും മദീനത്തിൽ മിനയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ടെൻറ്റുകൾ കാണാം. പക്ഷേ ഇത് വെറും പുറം മാത്രമാണ്, അകം കവർ ചെയ്തിട്ടില്ല. ഇതാണ് ടെൻറ്റുകൾ ഈ കാണുന്നത്. ഓക്കെ, നമ്മൾ അവരെ വെയിറ്റ് ചെയ്യാണ്. ഫ്ലോട്ടിംഗ് ജെട്ടി നമ്മുടെ തൊട്ടിവിടെ ഉണ്ട്. ഇപ്പോൾ ജെട്ടിയിലാണ് അവരെത്തുക. അവരെ കാത്തു നിൽക്കുന്നു. അപ്പോൾ തോണി റെഡി. ഇപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ജെട്ടിയിലാണുള്ളത്. ഇതാണ് മെയിൻ ജെട്ടി. ജെട്ടി ഈ ഭാഗത്ത് ടൂറിസ്റ്റിന് വേണ്ടി തയ്യാറാക്കി ഫ്ലോട്ടിംഗ് ജെട്ടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കയറിയിട്ടാണ് കപ്പിട്ടി പോകേണ്ടത്. ആദ്യം ഇതിനകത്ത് ചാടിക്കയറുന്നു. ഓ, ഭയങ്കര അനക്കം. ഇതുകൊണ്ടോ വേണ്ടിയാ? കപ്പിട്ടി വേണ്ടിയാ? കപ്പിട്ടി വേണ്ടിയാ? വരുമല്ലേ? കപ്പിട്ടി വേണ്ടിയാ? വരുമല്ലേ? ഓ, ഇസ്രാബല്ലോ വേറെ, ഇസ്രാബ് എന്നല്ലോ വേറെ. ഇതാണ് 3 പേര്. ഇയാളെ പരിചയമില്ലല്ലോ പേര്. അപ്പോൾ സംഭവം റെഡി. ഇതുകൂടി അപ്പോൾ ഞങ്ങൾ 5 പേരടങ്ങുന്ന ടീമാണ് കപ്പിട്ടിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ഔട്ട് ബോർഡ് നിയന്ത്രിക്കുന്നത് ഗഫൂർ സാറാണ്. പിന്നെ കൂടെയുള്ളത് അലി മുബാറക് സാർ, അതുപോലെ ഹിദായത്ത് സാർ, കെ ബാഹിർ, പിന്നെ ഞാനും. ഞങ്ങൾ ഔട്ട് ബോർഡിൽ അങ്ങനെ ബില്ലത്തിൻ്റെ മനോഹാരിത കണ്ടുകൊണ്ട് യാത്ര തുടരുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുന്നത് അഗത്തി ദ്വീപിൻ്റെ എയർപോർട്ടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് എയർപോർട്ട് ആരംഭിക്കുന്നത്. അതിൻ്റെ വിപുലീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എയർപോർട്ട് കഴിഞ്ഞാലെത്തുന്ന കൊച്ചു ദ്വീപാണ് കപ്പിട്ടി. അപ്പോൾ അവിടെ എത്തിയാൽ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം.
ശാല നിൽക്കുമല്ലോ. ഓ കൊണ്ടിയാ ഇവിടെ ഇറങ്ങി ഓൾറെഡി ഒരു ടീം ഇവിടെ ഉണ്ട്. കാവണ്ട പറഞ്ഞു ആങ്കർ ഉണ്ടല്ലേ. കപ്പിട്ടിയിൽ ഇറങ്ങുന്നു. അക്കത്തി ദ്വീപിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കപ്പിട്ടി, ചരിത്ര പ്രാധാന്യമുള്ള കപ്പിട്ടിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഉണ്ട് ചെറുതാലം എന്നുള്ള മരങ്ങളാണ് ഇവിടെ വണ്ണേ ഉള്ളത്. അപ്പോൾ ഇതിനിടയിലാണ് മൂവി ഉണ്ട്. അപ്പോൾ കപ്പിട്ടിയിൽ ഇറങ്ങി നടക്കണ്ടേ. തിണ്ണകരയിൽ കണ്ട പോലത്തെ അതേ ഒരു ക്ലൈമറ്റും അതേ ചെടി. ഓ ഇതാണ് കപ്പിട്ടി അവസ്ഥ. വരണ്ട് ഉണങ്ങിക്കിടക്കുന്നല്ല. ഏകദേശം 1/2 കിലോമീറ്റർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് കാണേണ്ടത്. ഓക്കെ, നമ്മൾ വീണ്ടും മുമ്പോട്ട് നടക്കുന്നു. ഈ കുന്നിപ്പാറയിലേക്ക് പോവുകയാണ്. കിട്ടിയാ? അപ്പോൾ ഇപ്പോഴാണ് ഹൈവേ ആണിത്. ഹൈവേയിലേക്ക് കയറുകയാണ്. 5 പേരടങ്ങുന്ന ടീമാണ് പോകേണ്ടത്. അപ്പോൾ പാറയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ അലി മുബാറക് സാറും ഗഫൂർ സാറും നമ്മെ ഗൈഡ് ചെയ്യുന്നു. പക്ഷേ എത്തുമെന്നുള്ളൊരു അന്തമില്ലെന്നില്ല പോക്കിന് മുന്നേ നോക്കാം. ശരിക്കൊരു അഡ്വഞ്ചർ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ബീക്കുന്നിപ്പാറ എന്ന ചരിത്ര പ്രസിദ്ധമായ ആ ഒരു സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഇവിടെ പലരും വന്നിട്ടുണ്ടെങ്കിലും പലർക്കും ആ കറക്റ്റ് പൊസിഷൻ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ തീരത്തുകൂടി, കിഴക്കേ തീരത്തുകൂടി ഞങ്ങൾ പതുക്കെ അതിലോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പാറയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പാറയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് അവിടെ എത്തിച്ചേരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ശരിക്കും വേലിയേറ്റ സമയമാണ്. നല്ല വെയിലുണ്ട്. ഏകദേശം ഒരു 36 ഡിഗ്രി 37 ഡിഗ്രി ചൂടുണ്ടെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം വെള്ളവും മറ്റ് ഭക്ഷണ സാധനങ്ങളും ഞങ്ങൾ കരുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വളരെ നാളത്തെ ആഗ്രഹം സഫലീകരിക്കുന്നു. തൊട്ട് പിന്നിൽ ഗഫൂർ സാറ് നിൽക്കുന്ന ഗുഹയാണ് ബീക്കുന്നിപ്പാറ. ഒരു പാറയുടെ പൊത്താണ്. നല്ല ഉയരം, 4 മീറ്ററോളം ഉയരമുണ്ടെന്നാണ് സതികുമാരൻ നായരുടെ പുസ്തകത്തിൽ പറയുന്നത്. പിന്നീട് ഇപ്പോൾ അത്ര മീറ്ററൊന്നും ഇല്ല, ഒരു 2 മീറ്റർ ഹൈറ്റാണ് ഇതിന് കാണുന്നത്. ഇനി ഏതായാലും ഈ മണ്ണൊലിപ്പ് കാരണം ഈ ചരിത്ര സ്ഥലം ഒലിച്ചു പോകും. അപ്പോൾ ഈ ബീക്കുന്നിപ്പാറ എന്ന് പറയുന്നത് വളരെ ലക്ഷദ്വീപിലെ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തിയ ഒരു മറക്കാൻ പറ്റാത്ത ഒരു ചരിത്രമുറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രസിദ്ധ എഴുത്തുകാരൻ, ലക്ഷദ്വീപിൽ അറിയപ്പെടുന്ന ചരിത്രകാരൻ കൂടിയായ കെ ബാഹിർ നമ്മളൊപ്പം ഉണ്ട്. കെ ബാഹിർ ആ പാറയുടെ പൊത്തിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. എന്താണെന്ന്
ബീക്കുന്നിപ്പാറ എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ പറ്റുന്നവർ സാധിക്കുന്നവർ ദ്വീപിൽ വന്നിട്ട് ബീക്കുന്നിപ്പാറ കാണണം, ഇതൊന്ന് അനുഭവിക്കണം. അറക്കൽ ഭരണകൂടം നമ്മളോട് ചെയ്ത ആ ക്രൂരമായ സംഭവം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ മനസ്സിലേക്ക് വരും. തീർച്ചയായിട്ടും ഇത്രയും ദൂരെ വന്നിട്ട് ആ കുട്ടിയെ ഒളിപ്പിച്ച് ഇവിടുന്ന് നാട് കടത്തി അമേനിയിലേക്കും കിൽത്തനിലേക്കും പോയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ക്രൂരന്മാരായിരുന്നു അന്നത്തെ ആ ഭരണകൂടം നമ്മളോട് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചരിത്രം വായിച്ച് മനസ്സിലാക്കുക. നമുക്കേതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ഓക്കെ, ചരിത്രമുറങ്ങുന്ന ബീക്കുന്നിപ്പാറയുടെ നേരെ തൊട്ട് മുകളിലാണ് നിൽക്കേണ്ടത്. അപ്പോൾ ചരിത്രകാരൻ കെ ബാഹിറിലൂടെ നമുക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കുറഞ്ഞ വാക്കുകളിലൂടെ അത് സംഭവം പറഞ്ഞുതരും. അറക്കൽ ഭരണകാലത്ത് അഗത്തിയുടെ ഭരണം റവന്യൂ അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു കാര്യക്കാരൻ എന്ന് പറഞ്ഞ ഒരു തസ്തികയിൽ ഒരു ഉദ്യോഗസ്ഥനെ പോസ്റ്റ് ചെയ്തിരുന്നു. അതിവിടുത്തെ ബലിയിലം തറവാട്ടിലെ ഒരു കുഞ്ഞി അഹമ്മദ് മുസ്ലിയാർ എന്ന ആളെയായിരുന്നു ആ പദവിയിൽ അവർ പ്രതിഷ്ഠിച്ചിരുന്നത്. ഒരിക്കൽ നികുതി വർദ്ധിപ്പിച്ച് അത് പിരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കുന്നതിന് വേണ്ടി കാര്യക്കാരന് അറക്കൽ ഭരണകൂടം നിർദ്ദേശം നൽകുകയുണ്ടായി. അന്ന് കാലാവസ്ഥ ബുദ്ധിമുട്ടുകളും ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായ ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ആളുകളിങ്ങനെ പൊറുതിമുട്ടി ജീവിക്കുന്ന ഒരു സമയത്ത് നികുതി വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് വലിയ ബുദ്ധിമുട്ടായി തീരുമെന്ന് മനസ്സിലാക്കിയ കാര്യക്കാരൻ സർക്കാർ ഉത്തരവ് നടപ്പിലാക്കുവാൻ തയ്യാറായില്ല. ഈ വിവരം അറിഞ്ഞ് അറക്കൽ ഭരണകൂടം പട്ടാളക്കാരെ ദ്വീപിലേക്ക് അയക്കുകയും രാജകൽപ്പന ധിക്കരിച്ചതിൽ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നതിന് വേണ്ടി അവർ പട്ടാളത്തെ ദ്വീപിലേക്ക് അയക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കുടുംബത്തിലുള്ള എല്ലാവരെയും അടിച്ചു കൊല്ലുകയും അവരുടെ ഭൗതിക ശരീരം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാതെ കടലിൽ ഒഴുക്കിക്കളയുകയും ചെയ്തു. അതോടൊപ്പം അവരുടെ കുടുംബത്തിലുള്ള എല്ലാ സ്വത്തുക്കളും മറ്റ് എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും സർക്കാർ കണ്ടുകെട്ടുകയും ചെയ്തു. അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പിഞ്ചുകുട്ടി, അതായത് ഒരു ബീക്കുനി എന്ന പേരുള്ള ഒരു പെൺകുട്ടി അടുത്ത വീട്ടിലെ കുട്ടികളുമൊക്കെ കളിക്കുവാൻ പോയ നേരത്തായിരുന്നു ഈ ദാരുണ സംഭവം ഉണ്ടായത്. അതിൽ നിന്ന് അങ്ങനെ ആ കുട്ടി രക്ഷപ്പെടുകയും ആ കുട്ടിയെ ഈ അറക്കൽ ഭരണകൂടത്തിലെ പട്ടാളക്കാരുടെ കണ്ണിൽപ്പെടാതെ അടുത്ത വീട്ടിലെ അടിയാൻ എന്ന ഈ കൽപ്പെട്ടിയിൽ കൊണ്ടുവന്ന് ഇവിടെയുള്ള ഒരു പാറയെടുക്കൽ ഒളിപ്പിച്ച് താമസിപ്പിക്കുകയും ചെയ്തു. പട്ടാളം തിരിച്ചു പോയതിനു ശേഷം ആ കുട്ടിയെ അദ്ദേഹം അമേനിയിൽ കൊണ്ടാക്കുകയും ചെയ്തു. അവിടുത്തെ ഒരു കടുക്കയം എന്ന വീട്ടിലുള്ള ഒരാൾ വിവാഹം ചെയ്യുകയും പിന്നീട് കിൽത്താൻ ദ്വീപിൽ കൊണ്ടുപോയി അവിടെ വീട് വെച്ച് താമസിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ആ പെൺകുട്ടി ഒളിച്ചു കഴിഞ്ഞ ആ പാറയെടുക്കലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ഈ കൽപ്പെട്ടിയിൽ ഉള്ള പ്രസിദ്ധമായ ബീക്കുന്നിപ്പാറ. ഓക്കെ, ഇതാണ് ബീക്കുന്നിപ്പാറ കണ്ട സന്തോഷത്തിൽ ഇവിടെ ഭയങ്കര ഹൈ ക്ലാസ് ആന സെറ്റപ്പിലാണ്. ഇതാണ് ഞങ്ങളെ ടീം. ഇത് ഞങ്ങളെ പുതിയൊരാളാണ്. പേരെന്ന് പറഞ്ഞു? PhD ആയിട്ട് വർക്ക് ചെയ്യുന്നത് അഗത്തി ഹൈസ്കൂളിൽ.
കവരത്തിയാ? ആ, ഇതെല്ലാം ചരിത്ര അധ്യാപകരാണ് അല്ലേ? ഇത് പിന്നെ ചരിത്രം അറിയാനും മനസ്സിലാക്കുവാനും നല്ല ആഗ്രഹം കൊണ്ട് അതുകൊണ്ടാണ് സർവസാധാരണ ബേക്ക് പിടിച്ചത്. ഇനി ഒരുപാട് കാലം എന്നെ പറയാ എന്ത് 2 വാക്ക്. പാറ കണ്ട് സന്തോഷിച്ചാ? ഇനി മുന്നേ കണ്ടു കഴിഞ്ഞ പാറ? ചെറുപ്പത്തിൽ ഒരുപാട് വട്ടം ഈ പാറ വന്നിരുന്നു, പക്ഷെ അത്ര പ്രാധാന്യം മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായ? അപ്പോൾ നല്ല രീതിയിലുണ്ടായിരുന്നു, ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം നശിച്ചു പോയി. ഓക്കെ, അപ്പോൾ ഒരു റെസ്റ്റിലാണ് നമ്മളുള്ളത്. ബ്രേക്ക്, ഷോർട്ട് ബ്രേക്ക്. കപ്പട്ടിയുള്ള ഊഞ്ഞാൽ നാടിയേ ഗഫൂർ സാർ ആട് നോക്കിക്കോ എല്ലാവരും. അടിക്കോ. ഇപ്പോൾ കൂടെയുള്ളത് കെ ബാഹിറാണ്. പിന്നിൽ ബാക്കിയുള്ള ടീമുണ്ട്. ഏതായാലും ദ്വീപുകാരോട് ഒന്നുകൂടി പറയാനുള്ളത്, ഈ പാറയൊക്കെ നശിച്ചു പോകും ഒരു 1-2 വർഷം കൊണ്ട്. അതിന് മുന്നേ എല്ലാവരും തന്നെ ഈ ചരിത്ര സംഭവം നടന്ന സ്ഥലം കാണണം തീർച്ചയായിട്ടും. ലക്ഷദ്വീപ് ചരിത്രം വായിക്കുന്ന ഏതൊരാളും ബീക്കുഞ്ഞി എന്നുള്ള ആ ഒരു കഥാപാത്രത്തെ, ചരിത്ര വനിതയെ അവഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും ബീക്കുഞ്ഞി എന്നുള്ള ആ വനിതയുടെ ചരിത്രം അന്തിയുറങ്ങുന്ന ഈ സ്ഥലം വന്ന് കാണേണ്ടതാണ്. ഓക്കെ, ആ കാണുന്നതാണ് അഗത്തി ദ്വീപ്. നമ്മൾ ഈ കപ്പിട്ടിയിൽ നിന്നാൽ കാണും, അഗത്തി ദ്വീപിനെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എയർപോർട്ടിൻ്റെ തെക്കേ അതിരാണ് ആ കാണുന്നത്. അവിടെ നിന്ന് ഒരു കടൽ കടന്നിട്ട് വേണം ആ കൽപ്പെട്ടിയിലേക്ക് എത്താൻ പറ്റും. ഏകദേശം കൽപ്പെട്ടിയിൽ നിന്നും ഈ അഗത്തിയിൽ ഇടയ്ക്ക് ഒരു 200-300 മീറ്റർ ഓളം ലെങ്ത് ഉണ്ടാവും. അവിടെ വേലിയിറക്ക സമയത്ത് നമുക്ക് അവിടെ നിന്ന് നടന്നു വരാൻ പറ്റും, തോണീൻ്റെ ആവശ്യമില്ലാതെ കാൽനടയായിട്ട് വരാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വേലിയിറക്ക സമയത്ത് വരാം, വേലിയേറ്റ സമയത്തിന് മുമ്പ് നമ്മൾ തിരിച്ചു പോയിരിക്കണം. അങ്ങനെ പോകാതെ വന്നാൽ നമുക്ക് പിന്നെ കാൽനടയായിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ പല അപകടങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വല ഏതായാലും വിട്ടുകളാം, കിട്ടുന്ന മീൻ കൊണ്ട് അകത്തേക്ക് പോകുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇന്നത്തെ കപ്പിട്ടി ട്രിപ്പ് അവസാനിപ്പിക്കുന്നു. വല വിട്ട് ഏതും കിട്ടിയില്ല, 2-3 ചെറിയ പ്രാവശ്യം മാത്രം. അപ്പം നാളെ സൂപ്പർ ട്രിപ്പ് ബംഗാരം, തിണ്ടകര, പരളി, അങ്ങനെ 3 ചെറിയ പരളി, വലിയ പരളി എല്ലാം കാണാൻ പോകുന്നതാണ് നാളെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ സൂപ്പറായിട്ട് നമുക്ക് നാടുകൾ കാണാം. അപ്പോൾ ഏതായാലും നമ്മളെ ടീം ബോഡി റെഡിയാക്കുന്നുണ്ട്, ആങ്കർ എടുത്ത്. അപ്പോൾ തിരിച്ച് അകത്തിലേക്ക് പോകാനുണ്ട്. ഓക്കെ, അപ്പം നാളെ നമുക്ക് മറ്റു വീഡിയോയിലേക്ക് പോകാം.